ഇതാണ് ജയ്പൂരിലെ പൂക്കളുടെ മാർക്കറ്റ്. വിവിധ തരത്തിലുള്ള പൂക്കളുടെ ഒരു വലിയ മാർക്കറ്റാണിത്. അപ്പോൾ നമ്മുടെ ഹവാമഹലിൻ്റെ തൊട്ട് സമീപത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, വിവിധങ്ങളായ പൂക്കളുടെ വലിയ ശേഖരമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോഴത്തെ ഇതിനുള്ളിലോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം പൂക്കളാണ്. ജയ്പൂരിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ജയ്പൂരിൽ നിന്നല്ല, രാജസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളുടെ ഒരു മാർക്കറ്റാണിത്. നമ്മുടെ കാറ്റാടി മരത്തിൻ്റെ ഇല കൊണ്ടുള്ള ഒരു മാലയാണിത്. വളരെ രസമുണ്ടല്ലേ, കാറ്റാടി മരത്തിൻ്റെ ഇല കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ആദ്യമായിട്ടാണ് അറിയാവുന്നത്. ഇവിടുന്നാണ് പ്രധാനമായിട്ടും ജയ്പൂരിലെ അലങ്കാരങ്ങൾക്കും ഹെറിറ്റേജ് സിറ്റിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കുമുള്ള പൂക്കളെല്ലാം പോകുന്നത്. ഈ സൈഡ് മുഴുവനുണ്ട് കേട്ടോ. ഇവിടെ പൂക്കൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. പല സ്ഥലങ്ങളിൽ നിന്നും വഴിയിൽ നമ്മൾ കണ്ടതാണ് പൂക്കളിങ്ങനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസ്റ്റിക് പൂക്കളാണെന്നേ തോന്നത്തുള്ളൂ. ബന്ദിപ്പൂക്കളുടെ ഒരു കളർ വ്യത്യാസം കണ്ടോ. നമ്മുടെ നാട്ടിലെ ബന്ദിപ്പൂക്കൾ പോലെയല്ല, ചെറിയ ബന്ദിപ്പൂക്കളാണ്. ഇത് പ്ലാസ്റ്റിക് പൂക്കൾ പോലെ തന്നെ ഇരിക്കും. സ്ഥലങ്ങളിൽ നിന്നും പൂക്കൾ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ്. ഇത് മുഴുവൻ പൂക്കളാണ് കേട്ടോ. ഇവിടെ തുണിയിലാണ് കെട്ടിക്കൊണ്ട് വരുന്നത്. ജമന്തിപ്പൂവാണ് ആ കിടക്കുന്നത്. റോസപ്പൂക്കളുടെ ഒരു ഏരിയയാണ് കേട്ടോ. റെഡ് കളറാണ് കൂടുതലും. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.